ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫീലിങ്സ്. അപ്പോൾ ഏത് അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്, എന്തായിരുന്നു പാസ്റ്റിൽ ആളുണ്ടായിരുന്നത്, പ്രസൻറ്റിലത്തെ കണ്ടീഷൻ എന്താണ്, ഫ്യൂച്ചർ എന്താകും, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. എന്താണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്? വളരെ ഒരു പ്രൗഢിയോടുകൂടി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെയാണ് കാണിക്കുന്നത്. വളരെ പ്രൗഢിയോടുകൂടിയാണ് ജീവിച്ചിരുന്നത്. അവിടെ പിന്നെ ധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ജീവിതത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും വിജയിച്ചു മാത്രം നിന്നിരുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത് ചില ഓപ്ഷൻസ് ലൈഫിലേക്ക് വന്നിരുന്നു എന്നാണ്. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ധനമാകാം, ഇവിടെ ധനവും ഉണ്ടല്ലോ. ധനം ആണ് നമുക്ക് പിന്നെ ഫസ്റ്റിൽ തന്നെ കിട്ടിയ കാർഡ്. അപ്പോൾ ഈ ധനത്തിനെ ചൊല്ലിയുള്ള കുറേ ഓപ്ഷൻസിലേക്ക് കടന്നു പോയിരിക്കുന്നു ഇയാൾ എന്നാണ് ഈ വ്യക്തി. അങ്ങനെ പോകേണ്ട വന്നപ്പോൾ പലതും നിങ്ങളോടും മറയ്ക്കപ്പെട്ടു എന്നാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ പലതും മറയ്ക്കപ്പെടേണ്ട വന്നു എന്നൊക്കെയാണ് നമുക്കിവിടെ അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പം മറയ്ക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ചില ദാമ്പത്യ ജീവിതമാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും എന്നാണ്. എന്നുവെച്ചാൽ പിന്നെ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ പെട്ടെന്ന് അസ്തമിക്കുന്നത് പോലെയുള്ള ചില തോന്നൽ, ചില ഇല്യൂഷൻസ്, പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരിക, ഇതൊക്കെ ഈ 7 ഓഫ് കപ്സ് നമുക്ക് വന്നതിനാൽ മൂൺ കാർഡും കൂടി വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുന്നത്. ഇവിടെ 7 ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ചതിയാണ് നടന്നിരിക്കുന്നത്. അത് വാക്കുകൾ കൊണ്ടുള്ള ചതിയുമാകാം, അല്ലെങ്കിൽ പ്രവൃത്തിയുമാകാം എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്ത കാർഡ് കാണിക്കുന്നത് ഡബിളാണ്. ഡബിൾ എനർജിയാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിരുന്നത് എന്നാണ്. അപ്പോൾ ഏതോ ഒരു വ്യക്തി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഇദ്ദേഹം എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ജെൻസ് എന്ന് ചിന്തിക്കേണ്ട, ഹി ഓർ ഷീ, ഇവിടെ ആരായിരുന്നാലും അവരുടെ ആ ഒരു എനർജിയിലേക്ക് കടന്നു വന്നു എന്നാണ്. ഈ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഈ ചില ഓപ്ഷൻസ് വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവിടെ ഡബിൾ എനർജിക്ക് സുപ്രധാനമായ പങ്കുണ്ടായി എന്നാണ്. ഈ ധനം മുഴുവനും 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഈ ധനം മുഴുവനും കയ്യിലാക്കുക എന്നുള്ളതായിരുന്നു ഈ വ്യക്തിയുടെ പിന്നെ ലക്ഷ്യം എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല തീരുമാനങ്ങൾക്കും നമുക്ക് ക്ലാരിറ്റി ഇല്ലാതെ വന്നു, എടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു നിങ്ങളുടെ വ്യക്തി എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഹൈ പ്രിസ്റ്റസ് വന്നു. അപ്പോൾ നമുക്ക് ഏത് കാര്യങ്ങളിലും നമ്മൾ ചില പിന്നെ പാർട്ട്നേഴ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നവരല്ല. പിന്നെ ചിലർ വളരെ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് ഡിസിഷനൊക്കെ ഒരുമിച്ചെടുത്തിട്ട് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന കുടുംബത്തെ നമുക്ക് കാണാം. അങ്ങനെയുള്ള വീടുകളിൽ വളരെ ഒരു ഐശ്വര്യം പ്രദാനം ചെയ്യും, അല്ലെങ്കിൽ ഐശ്വര്യം സംഭവിക്കും അവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു പിന്നെ രണ്ട് പേര് തമ്മിലുള്ള ആ ഒരു സ്നേഹവും ആ ഒരു അടിയുറച്ച വിശ്വാസവും ഒക്കെയാണ്. എന്നാൽ ചില ആളുകൾ പിന്നെ നമ്മളുടെ ഒരു ഫാമിലി ലൈഫിലാണെങ്കിൽ പല കാര്യങ്ങളും ഒളിച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറില്ല. ആ തുറന്നു പറയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അത് ഈഗോയായിരിക്കാം. ഇപ്പോൾ എന്തിനാ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യം, പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ കാര്യം, ഇതൊക്കെ ആയിരിക്കാം ചിന്തിക്കുന്നത്. പക്ഷേ അവിടെ പല പാളിച്ചകൾ വരും. കാരണം നമ്മൾ രണ്ടുപേർ കൂടിയെടുക്കുന്ന തീരുമാനങ്ങളും ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനവുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ആ ഇത് വരാൻ കാരണം നമ്മൾ സമൂഹത്തിൽ വളരെയധികം വിലയും നിലയും ഉള്ള വ്യക്തിയായിരുന്നു നമ്മൾ ഫസ്റ്റ് കാർഡിൽ കണ്ട കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞ ആ എനർജി ഉള്ള വ്യക്തി. അവിടെ വളരെയധികം പ്രൗഡായിട്ട് ജീവിച്ചിരുന്നു. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ സമൂഹം, സോഷ്യൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു വ്യക്തി എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അതെല്ലാം ഇവിടെ കുറച്ച് കാലത്തേക്ക് നമുക്കിവിടെ ഒരു നഷ്ടം, ലോസ് സംഭവിച്ചിരിക്കുന്നു. എല്ലാവരുടെ മുമ്പിലും ഒരു എന്താ പറയുക, ബ്ലാക്ക് മാർക്ക് വീണു എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഈ വ്യക്തിക്ക് എന്ന് കാണുന്നുണ്ട്. എന്നാൽ വളരെയധികം പ്രൗഡായിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഇമോഷൻസ്, അല്ലെങ്കിൽ ഈ ഓപ്ഷൻസ് എന്ന് ഞാൻ ഇവിടെ പറയുന്നത്, ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ ഒരുപക്ഷെ ധനം തന്നെയായിരിക്കാം. ധനമാണ് കൂടുതൽ കാണിക്കുന്നത്.
മറ്റൊരു വ്യക്തിയെയല്ല കാണിക്കുന്നത്. അപ്പോൾ ഈ ധനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഫാമിലിയിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ പിന്നെ ഇത്തരം ബന്ധങ്ങൾ, ഇത്തരം ഓപ്ഷൻസ്, ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ വ്യക്തിയെടുത്ത് പിന്നെ ദൂരെ കളഞ്ഞു എന്നാണ്. അതിനുള്ള ഒരു ധൈര്യം ഈ വ്യക്തി സംഭരിച്ചിരിക്കുന്നു എന്നാണ്. അതെന്തായാലും നല്ല ഒരു കാര്യമാണ്. ആദ്യം തന്നെ കിട്ടിയ ആ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി വളരെ പ്രൗഡായ ഒരു വ്യക്തി തന്നെയാണ്. ആ വ്യക്തിക്ക് സമ്പാദിക്കാനറിയാം, ജീവിക്കാനറിയാം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് സഹായം ചെയ്ത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തി പെട്ടെന്ന് താളം തെറ്റിയത് ഈ ഡബിൾ എനർജിയുടെ വലയത്തിൽ വീണുപോയത് കൊണ്ടാണ്. അപ്പോൾ ചില ആളുകൾ അങ്ങനെയാണ്, ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ ചെയ്തിട്ടാണ് മറ്റുള്ളവരുടെ ധനമൊക്കെ അപഹരിക്കുക, പിന്നെ പിടിച്ചു പറിക്കുക, കൊടുക്കാതിരിക്കുക, നുണ പറയുക, ചതിക്കുക, ഇതൊക്കെ ഇതെല്ലാം കുറേ കാര്യങ്ങൾ ഈ കാർഡ്സിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ എനർജി വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുടെയാണ് നമുക്കിപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത്. എന്താണെന്നറിയില്ല, ഇന്നത്തേതാണ് കിട്ടിയിരിക്കുന്നത്. 7 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഇവിടെ പിന്നീട് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ വ്യക്തി, ഹി ഓർ ഷീ, അവർ പ്രതികരിക്കാൻ തുടങ്ങി, ഡിഫെൻസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, ഇതിനോടൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ അത്യാവശ്യം കാര്യങ്ങളെല്ലാം മനസ്സിലായി, ഇപ്പോൾ നന്നായിട്ട് മനസ്സിലായി. ഞാൻ ഈ ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു. അവിടെ ഫാമിലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ടെമ്പറൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 7 ഓഫ് വാൻസ് വളരെയധികം പിന്നെ അതിനെ ഫൈറ്റ് ചെയ്തു, അല്ലെ ഡിഫെൻസ് ചെയ്തു എന്ന് കാണിക്കുന്നുണ്ട്. നല്ല കാര്യമായി. അപ്പോൾ ടെമ്പറൻസ് വന്നു. അപ്പോൾ ടെമ്പറൻസ് വരിക എന്ന് പറയുമ്പോൾ എന്താണ്? ടെമ്പറൻസ് ബാലൻസ് ചെയ്തു എന്നാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു ബാലൻസായി. കാരണം ഇത് എന്തെല്ലാം ഇതിൻ്റെ അതായത് ഡബിൾ എനർജിയുടെ ഇൻഫ്ലുവൻസ് അത് അവിടെ കുറഞ്ഞു. കാരണം വെച്ചാൽ ദൈവികമായ ചില ഇടപെടലുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ഹൈ പ്രീസ്റ്റസ് കൂടി വന്നിരിക്കുന്നത്. ആ ഇടപെടലുകൾ കൊണ്ടായിരിക്കാം ഈ ഡബിൾ എനർജി വിട്ടുപോയിരിക്കുന്നു എന്നാണ്. ഇവിടെ പലതും ബാലൻസ് ചെയ്ത് ക്ഷമയോടെ നിൽക്കുന്നു. ആ പഴയ പ്രതാപം നമുക്ക് നേടിയെടുക്കണം. ആ നേടിയെടുക്കണമെങ്കിൽ അപ്പോൾ ലൈഫ്, നമ്മുടെ ജീവിതം പിന്നെ ഏതാണ്ട് ഒരു അത്യാവശ്യം വേണ്ടാത്ത അവസ്ഥയിലൊക്കെ പോയിട്ടുണ്ടാവണമല്ലോ, ഉറപ്പല്ലേ അത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ക്ഷമയുള്ള പാർട്ട്ണറാണെങ്കിൽ അവരും സഹകരിക്കും, അത് വേറെ കാര്യം. എന്തായാലും ഇവിടെ ഒരു സ്ട്രെങ്ത്, ഇന്നർ സ്ട്രെങ്ത് നേടിയിരിക്കുന്നു എന്നാണ്. അതാണ് ഈ ക്ഷമ വന്നു, ഇന്നർ സ്ട്രെങ്ത് നേടിയിരിക്കുന്നു. അതായത് ഒരു നല്ല ഒരു പിന്നെ കാർഡാണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും ശരി, എന്തെല്ലാം വിഷമങ്ങൾ വന്നാലും നമ്മളതിനെ അതിജീവിക്കും എന്ന് നമുക്ക് തരികയാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത്? ഒരു പേജ് ഓഫ് സോർട്സ്. ലാസ്റ്റ് കാർഡിലല്ല കേട്ടോ, സോറി. അപ്പോൾ നമ്മളുടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് സോർട്സ് ആണ്. ഒരുപാട് ലേൺ ചെയ്തിരിക്കുന്നു ഈ കാര്യത്തിൽ നിന്ന്, എല്ലാം പഠിച്ചു ആള്. കാരണം ചില മനുഷ്യരെ അമിതമായി വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നെ നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വയം തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നമ്മളുടെ പാർട്ട്ണറെ കൂടെ അറിയിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും ആ ഈഗോയും തലക്കനവും ഒക്കെ കളഞ്ഞ് കുറച്ചും കൂടി ഒന്ന് പിന്നെ എന്താ പറയുക, നമുക്ക് നമ്മൾ പിന്നെ ഭൂമിയോളം താഴുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, അല്ലേ? അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഞാൻ വരേണ്ടതുണ്ട് എന്നും, പിന്നെ പല അത്യാവശ്യ കാര്യങ്ങൾ, ശാസ്ത്ര സാങ്കേതികമായ പല കാര്യങ്ങളും എല്ലാം പഠിക്കുവാനുള്ള ഒരവസരവും ഈ വ്യക്തിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും വേറെ ഒരു മാനദണ്ഡത്തിലേക്ക് പോയി എന്നാണ്. 3 ഓഫ് പെനക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പോട് കൂടിയുള്ള നല്ല ഒരു പിന്നെ നല്ല ബന്ധങ്ങളും ഉണ്ടാവില്ലേ. നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്കെല്ലാം മോശം തന്നെയൊന്നും ആയിരിക്കില്ല, കുറേ നല്ല ബന്ധങ്ങളും ഉണ്ട്. ആ നല്ല ബന്ധങ്ങളിൽ കുറച്ച് വ്യക്തികളുമായി ചേർന്ന് ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തിരിക്കുന്നു എന്നാണ്. അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ ഉള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നും കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ വിജയമാണ് വരുന്നതെന്നാണ്. അവിടെ എല്ലാ കാര്യത്തിലും വിജയമാണ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലേക്ക് വരുന്നു, സക്സസ് വരുന്നു. 8 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സക്സസ് അതും വളരെ ഫാസ്റ്റായിട്ട് വന്നു എന്നാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം നമ്മളിതിൽ നിന്നൊരു പാഠം കൂടെ പഠിക്കാനുണ്ട് കേട്ടോ. കാരണം എന്തൊക്കെ ഡബിൾ എനർജി നമ്മുടെ ലൈഫിൽ വന്നാലും, നമ്മളെ ആരൊക്കെ ചതിച്ചാലും,
ആരെല്ലാം നമ്മളുടെ സ്വത്തുക്കൾ തട്ടിക്കൊണ്ടു പോയാലും ഇതെന്തെല്ലാം ചെയ്താലും ഇതിനൊക്കെ നമ്മൾ തന്നെ അതിന് പോംവഴി കാണണം എന്നും കൂടി ഇതിനൊരു പരിഹാരമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഒരു നമുക്ക് തരുന്ന ഒരു സന്ദേശമാണ്. കാരണം നമ്മൾ തകർന്ന് എവിടെങ്കിലും പോയി കിടക്കുന്ന അവിടെ അങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി, കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ സോൾവ് ചെയ്യാൻ കൂടി പഠിക്കണം എന്ന ഒരു സന്ദേശം നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. എന്താണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്? നിങ്ങളുടെ പുറകെ ധനം വരുന്നു എന്നാണ്. നമുക്കെല്ലാം കിട്ടിയിരിക്കുന്നത് ധനമാണ്, ഫിനാൻസ് ബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇന്ന് റിലേഷൻഷിപ്പിലും നമുക്ക് ഇതിലെല്ലാം കൂടി ഇതിനകത്ത് നിന്ന് മിങ്കിളാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കൂടുതൽ കാര്യങ്ങളും പറയുന്നത് പെൻറ്റക്കിൾസിനെ കുറിച്ചാണ്, അതായത് ഫിനാൻസിനെ കുറിച്ചാണ്. ബാക്കി കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ആ ഒരു ഏടുകൾ മാത്രമേ ഇന്ന് വന്നിട്ടുള്ളൂ. നമുക്കത് കിട്ടിയ എനർജി ആട്ടോ പറയണത്. ഇന്നിപ്പോൾ അങ്ങനെ പോട്ടെ അല്ലേ. ഇന്നിപ്പം നമുക്ക് റിലേഷൻഷിപ്പൊന്നുമല്ല വന്നിരിക്കുന്നത്, കൂടുതലും വന്നിരിക്കുന്ന ഇതാണ്. എന്തായാലും ഇതും ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും, അതായത് നമ്മളുടെ കരിയർ, ഫിനാൻസ്, അതുപോലെ തന്നെ നമ്മളുടെ റിലേഷൻഷിപ്പ്, ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മളിലേക്ക് കടന്നു വരുന്നു. ഈശ്വരൻ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടു തരുന്നു എന്നൊക്കെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. നമ്മളുടെ പിന്നെ ചാനലിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാവർക്കും പേഴ്സണൽ റീഡിങ്ങിന് പിന്നെ വേണ്ട ആൾക്കാർ നമ്മളുടെ ഞാനിതിൽ ഈ ചാനലിൽ കൊടുക്കുന്നുണ്ട്, നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, ബൈ.